ഹായ് മക്കളെ, പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരെണ്ണമാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. 9 മാർക്കിനാണ് മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നത്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് റേഡിയൻ ടു ഡിഗ്രി, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ ആണ്. നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. ദെൻ നമ്മളുടെ എന്താണ് സെക്ടറിൻ്റെ ആംഗിൾ വരുന്നത്, അതുപോലെ തന്നെ ആർക്ക് ലെങ്ത് വരുന്നത്, റേഡിയസ് വരുന്ന ഈ ഒരു ഫോർമുല L is equal to r തീറ്റ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. ദെൻ ഈ ഫോർമുലകളാണ് സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് മൈനസ് വൈ, ടാൻ എക്സ് പ്ലസ് വൈ, ടാൻ എക്സ് മൈനസ് വൈ, കോട്ട് എക്സ് പ്ലസ് വൈ, കോട്ട് എക്സ് മൈനസ് വൈ. അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാ ഫോർമുലകളും കൂടി പഠിച്ചിട്ട് പോവാട്ടോ. ദെൻ അടുത്തതാണ് ഗ്രാഫ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫും നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് അതിൻ്റെ ഒരു കോർഡിനേറ്റ് തന്നിട്ട് മറ്റഞ്ച് പേരെ കണ്ടുപിടിക്കാൻ പറയും. നോക്കിയിട്ട് പോവുക. ദെൻ ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് സൈൻ 765 നമ്മളെങ്ങനെ മാറ്റും? സൈൻ 720 + 45 ആ ഫോമിലേക്ക് മാറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക? താഴെയുള്ള ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മുകളിലുള്ളവനെ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യുക. ദെൻ അടുത്തത് ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻ. മോഡൽ എക്സാമിന് ഈ മോഡലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാവരും നമുക്ക് അറിയുന്നതാണ്. അറിയില്ലാത്ത ആളെ കണ്ടുപിടിച്ചിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്തത് ഇതേപോലെ സൈൻ 75 ടാൻ 15 ആ ഒരു മോഡൽ. സൈൻ 75 നമ്മൾ എങ്ങനെ എടുക്കും? സൈൻ 45 + 30, ടാൻ 15 ടാൻ 45 - 30 എന്ന് പറഞ്ഞിട്ട് എടുക്കും. ദെൻ അടുത്തത് ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എന്തോന്നാലും ഉണ്ടാവും കേട്ടോ. ദെൻ അടുത്തത് ഇങ്ങനെ വരുന്നത് ഇത് ഏത് ഫോർമുലയാണ്? a² - b² ആ ഒരു ഫോർമുലയിലേക്ക് ഇട്ട് നമ്മളുടെ ആൻസറിലേക്ക് എത്തുക. സോ അടുത്തത് ഇതേപോലെ 3 എണ്ണം വരുന്നത് നമ്മൾ സൈൻ a + സൈൻ b, സൈൻ a - സൈൻ b, കോസ് a + കോസ് b, കോസ് a - കോസ് b ആ ഒരു ഫോർമുലയിൽ വരുന്ന ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം എന്തോന്നാലും നോക്കിയിട്ട് തന്നെ പോവാം കേട്ടോ. ദെൻ അടുത്തത് കോട്ടിൻ്റെ വരുന്ന ക്വസ്റ്റ്യൻ. പലരും അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്തുവന്നാലും ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഈ പറഞ്ഞ ഫോർമുലകൾ ആദ്യം നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക. ഓൾ ദ ബെസ്റ്റ്.